മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. അത്യാധുനിക മെഡിക്കൽ ലാബോറട്ടറി, ECG, ഒബ്സർവേഷൻ യൂണിറ്റ് എന്നിവ സജ്ജീകരിച്ചിട്ടുള്ള ഇവിടെ വിദഗ്ധരായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ പെരുന്നാൾ സംഗമവും മസീഹ് മൗലൂദ് ദിന യോഗവും സംഘടിപ്പിച്ചു. പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ പ്രതിഭകളെ ആദരിച്ചു. ചേലക്കര വല്ലങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ സംഗമവും മസീഹ് മൗഊദ് ദിന യോഗവും പ്രൗഢമായി നടന്നു. വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്ന ചടങ്ങിൽ തൃശൂർ പാലക്കാട് ജില്ലാ അമീർ M. താജുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. 40 പേരിൽ നിന്ന് ബയ്യത്ത് അഥവാ അനുസരണ പ്രദേശമായിക്കൊണ്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആരംഭം കുറിക്കുകയുണ്ടായി. ഈ ദിനത്തെയാണ് അനുസ്മരിച്ചുകൊണ്ടാണ് ബോർഡിൽ കാണുന്നത് മസീഹ് മൗഊദ് ദിനം ആചരിച്ചു വരുന്നത്. ലോകമെമ്പാടും ഇത് ആചരിച്ചു വരികയാണ്. ആ മഹാത്മാവിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ശുദ്ധമായ പുനർജീവനം, അതായത് ലോക ജനതയെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് വിപരീതമായ മതത്തിൽ വന്നിട്ടുള്ള തെറ്റായ ആചാര അനുഷ്ഠാനങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ശരിയായ ഒറിജിനാലിറ്റി സ്ഥാപിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം. അനീതി വ്യാപകമാകുന്ന ലോകത്തെ നീതിയും സമത്വവും സ്ഥാപിച്ചുകൊണ്ട് പീഡിതർക്ക് സംരക്ഷണം നൽകുകയും അഭിനിവേശത്തെ എതിർക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ മാനവീയവും സഹാനുഭൂതിയും മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദയ, കരുണ, സാഹോദര്യം എന്നീ ആത്മീയ മൂല്യങ്ങൾ വളർത്തുക. നമസ്കാരം, സദാചാരം, ശുദ്ധജീവിതം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജനങ്ങളെ തന്റെ ശിഷ്ടാവുമായി ബന്ധിപ്പിക്കുക. വിവിധ മതങ്ങൾക്കിടയിലും സമൂഹങ്ങൾക്കിടയിലും ശാന്തിയും ഐക്യവും സൃഷ്ടിച്ചുകൊണ്ട് കലഹങ്ങൾ അവസാനിപ്പിക്കുക, സമാധാനം സ്ഥാപിക്കുക. ചുരുക്കത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സ്ഥാപകർ ബാഗ്ദാദ് ഇമാം മഹ്ദിയുടെ അധ്യാപനം എന്ന് പറയുന്നത് മനുഷ്യരെ നീതിയിലേക്കും മാനവീയതയിലേക്കും തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഒരു ഉത്തമ സമുദായം കെട്ടിപ്പടുക്കുക എന്നാണ്. അതായത് മനുഷ്യരെ ദൈവത്തോട് ബന്ധിപ്പിക്കുകയും മനുഷ്യരോട് സ്നേഹവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യാം. ഇതാണ് യഥാർത്ഥ ആരാധന എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതായത് ദൈവത്തെ തിരിച്ചറിഞ്ഞോട് ദൈവത്തെ ആരാധിക്കുക, അതുപോലെ സമശിഷ്ടകളെ സേവിക്കുക, മനുഷ്യകുലത്തിന് വേണ്ടി നന്മകൾ ചെയ്യുക. വല്ലങ്ങിപ്പാറ പ്രസിഡന്റ് T. റിയാസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഖുർആൻ പാരായണവും പദ്യാലാപനവും നടന്നു. ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടർ R. സുജിത് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ T. ഗോപാലകൃഷ്ണൻ, സന്ദീപ് കൗന്നനാഥ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അവസ്ഥയിലേക്കും ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുന്നത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു എന്നതുള്ള ഒരവസ്ഥ നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നിൽക്കുന്നത്. മാത്രമല്ല, നമ്മുടെ രാജ്യം തന്നെ ഇപ്പോഴും പല കാര്യങ്ങളിലും സൗഹൃദം, സാഹോദര്യം, മതേതരത്വം എന്നിവയൊക്കെ എടുത്തെടുത്ത് പ്രസ്താവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. സുഹൃത്തുക്കൾ, വ്യക്തികൾ എന്നതിലുപരിയായി തങ്ങൾ മതവിഭാഗങ്ങളെയും മറ്റും പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലും അവ വിദ്വേഷം വഹിക്കുന്ന രീതിയിലുമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിൻ്റെ വില എന്താ എന്നുള്ളത് അറിയുന്ന നാളുകളാണ് ഈ 30 ദിവസം, അല്ലേ? ആ 30 ദിവസത്തെ സഹനശക്തി, ആ പെരുന്നാളിൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ ഇവിടെ വന്ന് പറയുമ്പോൾ അത് ശരിയല്ല. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ എല്ലാം ഇങ്ങനെ നോക്കിക്കാണുന്നു ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ആളാണ്. അപ്പോൾ എന്തെല്ലാം പുണ്യ നാളുകളാണ് കഴിഞ്ഞു പോയത്. അതിന് ശേഷമാണ് നമ്മളൊരു വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ പാഞ്ഞാളും ചേലക്കരയും അതിന് പങ്കിടുന്ന ഈ മഹനീയ സ്ഥാപനം ഒരുക്കുന്ന ഈ അനുമോദനത്തിന്റെ ഭാഗമാകാനും അത്തരത്തിലൊരു അനുമോദനം ഏറ്റുവാങ്ങാനും അതോടൊപ്പം സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള ആളുകളെയൊക്കെ ആദരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഈ എളിയവനെ കൂടി ചേർത്തതിൽ, നിങ്ങൾ തെരഞ്ഞെടുത്തതിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഏതവസരത്തിലും ഏത് കാര്യത്തിനും തുറന്ന വാതിലുകൾ അവിടെയുണ്ട് എന്നും ഏതൊരു ആവശ്യത്തിനും ജനങ്ങളോടൊപ്പം ജനപക്ഷത്ത് നിന്നുകൊണ്ട് ശരിക്കു വേണ്ടിയുള്ള നിലപാട് ഉയർത്താൻ നിങ്ങളെങ്ങനെയാണോ മുന്നിലേക്ക് പോകുന്നത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. മിഷണറിമാരായ K. ഖമറുദ്ദീൻ, K. മുഹമ്മദ് സലീം, പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ചുറ്റും അത്ര സുഖമുള്ള ഒരു കാലാവസ്ഥയിലൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. വളരെ സംഘർഷഭരിതമായ സമാധാനവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യുദ്ധമാർക്കും ഇന്നേ വരെ ഒന്നും തന്നെ സംഭാവന ചെയ്തിട്ടില്ല, മറിച്ച് മഹാദുരന്തങ്ങളും ദുരിതങ്ങളും മാത്രമേ സംഭാവന ചെയ്തിട്ടുള്ളൂ.
ഇതറിയാമായിരുന്നിട്ടും മനുഷ്യനെ കൊല്ലുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു അവസരത്തിൽ നമ്മുടെ വല്ലങ്കിപ്പാറ ജമാഅത്ത് ഇസ്ലാമിക കമ്മിറ്റി പോലെയുള്ള ആളുകൾ ഇത്തരം പരിപാടികൾ നടത്തുന്നത് മതസൗഹാർദ്ദത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഒരു പ്രാർത്ഥനയിൽ നിന്ന് തന്നെ എനിക്ക് ഇതിൻ്റെ സന്ദേശം എന്ത് എന്ന് എനിക്ക് വളരെയധികം ഞാൻ ഉൾക്കൊണ്ടത്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു അഹമ്മദീയ ഒരു ചരിത്രത്തിന് ചേലക്കരയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ദേശമുദ്ര എന്ന ഒരു പുസ്തകം രചനയുടെ ഭാഗമായിക്കൊണ്ട് ഞാൻ അന്ന് അഹമ്മദീയ മുസ്ലിംസിൻ്റെ ചരിത്രം എന്നതൊക്കെ വേണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇവർ മറ്റ് മുസ്ലിം സമുദായത്തിൽ നിന്നും വ്യത്യസ്തമാവുന്ന എന്നൊരു പഠനം എനിക്ക് നടത്തേണ്ടതായിട്ട് വന്നു. അന്ന് ഇവിടുന്ന് നസ്ര എന്ന് പറയുന്ന ഒരു മുസ്ലിം കമ്മിറ്റി പറഞ്ഞാൽ അവരൊന്നും ആ രൂപത്തിൽ കാണാറില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ സംബോധനയും കുറ്റത്തിലും പെടാതെ പോകുന്നത്. അത് എല്ലാ മതസ്ഥരും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ടാലും വേണ്ടില്ല, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവർ നമ്മളുടെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ തലമുറയെ വളർത്തിക്കൊണ്ടുപോകുന്നതാണ് നമുക്ക് വർഗീയതയും മറ്റുള്ള ഒന്നുമില്ലാതെ രീതിയിലൂടെ നമുക്ക് നടന്നു പോകാൻ കഴിയുന്ന കാര്യം താല്പര്യമില്ല. വയോജന സംഘടനാ പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തിയ ചടങ്ങിന് ശേഷം വിപുലമായ വിരുന്ന് സൽക്കാരവും ഒരുക്കിയിരുന്നു. ഈ സംഘടനക്ക് അദ്ദേഹം ആ മഹാത്മാവ് രൂപ നൽകി. ഇത് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു മൈത്രി ഗാനം ആലപിച്ചത് നിങ്ങൾ കേട്ടിരിക്കാം. അതിൽ 1-2 വരി കൂടെ അദ്ദേഹം ചേർക്കാനുണ്ട്. സമയത്തിന്റെ കുറവ് കാരണമാണ് അദ്ദേഹം ചേർക്കാതെ വിട്ടുപോയത്. വളരെ ഹൃദയസ്പൃക്കായ ഏത് ഹൃദയത്തെയും ചിന്തിപ്പിക്കുന്ന ഒരു വാക്ക്, അമ്മതൻ പിന്നാലെ പോകുന്നു പൈതങ്ങൾ അമ്പലത്തിക്കലോ പള്ളിയിലോ. അമ്മതൻ പിന്നാലെ അമ്മ വിളിച്ചു കൊണ്ടുപോയി, അച്ഛൻ വിളിച്ചു കൊണ്ടുപോയി നമ്മൾ അമ്പലത്തിലേക്ക്. അത് ഒരു ആരാധന. സ്നേഹവും സാഹോദര്യവും വിളിച്ചോതുന്നതായിരുന്നു സംഘടിപ്പിച്ച സംഗമം. CCV ന്യൂസ് ചേലക്കര.